ശ്രീ എം.ആർ. അഭിലാഷ്, ഈ വിചാരണ നീണ്ടുപോകുന്നതിനാൽ ജാമ്യം അനുവദിക്കുന്നു. മാത്രമല്ല ആ പ്രോസസ്സിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് സുപ്രീം കോടതി ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും 7 വർഷത്തിലധികമായി ജയിലിൽ കിടക്കുക എന്ന് പറയുമ്പോൾ ചെയ്തിട്ടുള്ള കുറ്റത്തിൽ കിട്ടാവുന്ന ശിക്ഷയുടെ പകുതിയിലധികം വിചാരണ തടവുകാരനായിട്ട് തന്നെ അനുഭവിച്ചിരിക്കുകയാണ്. അപ്പം പൾസർ സുനിയാണെങ്കിൽ ഏത് വ്യക്തിയാണെങ്കിലും നിയമം അനുവദിക്കുന്ന അയാളുടെ വൈയക്തികമായിട്ടുള്ള അവകാശം, പേഴ്സണൽ ലിബർട്ടി എന്നുള്ളത് പൂർണ്ണമായിട്ടും തടയുവാൻ കഴിയില്ല. എത്രത്തോളം സമൂഹത്തിൽ വെറുക്കപ്പെടുന്നയാളാണെങ്കിലും, എത്രത്തോളം സമൂഹം വിമർശിക്കുന്നയാളാണെങ്കിലും ഭരണഘടനയുടെ 21-ാം വകുപ്പ് കൊടുക്കുന്ന അവകാശങ്ങൾ അദ്ദേഹത്തിന് പരിമിതമായിട്ടെങ്കിലും ലഭ്യമാകേണ്ടതാണ്. സുപ്രീം കോടതിയുടെ ഇടപെടൽ വൈകിയ വേളയിലാണെങ്കിലും അത് ഉചിതമാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും എത്രത്തോളം ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. കാരണം ഇതെന്ത് തരം വിചാരണ എന്ന രീതിയിലാണ് കോടതി ഉറ്റുനോക്കുന്നത് അഭിലാഷ്. തീർച്ചയായിട്ടും വിചാരണ അനന്തമായിട്ട് നീണ്ടുപോകുന്ന ഒരു സാഹചര്യം അതിന്റെ പല കാരണങ്ങളുണ്ടാകാം. ഇത് കോടതിക്ക് തന്നെ അത് പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നീണ്ടുപോകുന്നു മാത്രമല്ല അഭിലാഷ്, ഈ എട്ടാം പ്രതിയുടെ അഭിഭാഷകൻ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ 7 മാസത്തെ 87 തവണയാണ് വിചാരണ ചെയ്യുന്നത്. അപ്പോൾ അത് ചോദ്യം ഉന്നയിക്കുന്നത് അതിനെയൊക്കെ കോടതി വളരെ ആശങ്കയോടുകൂടി ഉറ്റുനോക്കുന്നു. അല്ല, എന്നിട്ട് കോടതി ട്രയലിൽ ഇടപെട്ടിട്ടില്ലല്ലോ. ഇതൊരു ജാമ്യ ഹർജി മാത്രമാണ്. വിചാരണ നീണ്ടുപോകുമ്പോൾ വിചാരണ തടവുകാരനായിട്ട് കഴിയുന്ന വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. വിചാരണയിൽ കോടതിക്ക് നീണ്ടുപോകുന്നതിനകത്ത് നിരീക്ഷണം എന്നുള്ള നിലയിൽ ആശങ്ക രേഖപ്പെടുത്താം. പക്ഷെ ഇവിടെ കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരിക്കുന്ന വിഷയം ഒരു വ്യക്തിയുടെ അവകാശമാണ്. 7 വർഷത്തിലധികമായിട്ട് ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തി, അയാളുടെ ഭരണഘടനയുടെ 21-ാം വകുപ്പ് പ്രകാരമുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇത്രയധികം നാള് ശിക്ഷയ്ക്ക് സമാനമായിട്ടുള്ള തടവാണ് അനുഭവിച്ചത് എന്നുള്ളത് പരിഗണിച്ചുകൊണ്ടായിരിക്കാം സുപ്രീം കോടതി ഇത്തരത്തിലൊരു ഉത്തരവ് ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ എം.ആർ. അഭിലാഷ് പ്രതികരിച്ചതിന്.